ഒരു 17-കാരനായിട്ടുള്ള ഒരു പയ്യനോട് വന്നിട്ട് അവൻ്റെ അയൽവാസികളായ കുറച്ച് മുസ്ലിം യുവാക്കൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആടിനെ ബലി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബലി സാധാരണ ഹിന്ദുക്കളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പിടിച്ചകത്തിടും, അവർക്ക് എന്തു ആവാം, ന്യൂനപക്ഷങ്ങൾക്ക് എന്തു ആവാമല്ലോ. എന്നിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് വിളിച്ചോണ്ട് പോയിട്ട് ഈ സൂര്യ ചൗഹാൻ്റെ വിളിച്ചോണ്ട് പോയി ആടിനെ കൊല്ലുന്ന കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ വട്ടം വളഞ്ഞ് നിന്നിട്ട് കുത്തി തരാന്ന് കുത്തി ഇവനെ കൊന്നു. സാർ, കഴിഞ്ഞ ഹോളിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് തരുൺ കുമാർ എന്ന് പറഞ്ഞിട്ടൊരു യുവാവിന്, അവൻ്റെ അനിയത്തി 5 വയസ്സുള്ള അനിയത്തി വെള്ളം നിറച്ച ബലൂൺ എറിഞ്ഞപ്പോൾ അത് ചെന്ന് വീണ്ടും പൊട്ടിയിട്ട് അതിൻ്റെ അല്പം വെള്ളം എങ്ങാണ്ട് ഒരു വഴിയെ പോയൊരു സ്ത്രീയുടെ ദേഹത്ത് തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബന്ധുക്കൾ മുസ്ലിങ്ങൾ വന്ന് ആക്രമിച്ച് ഇവനെ അടിച്ചു കൊന്നു. തലയിൽ ചുറ്റികയൊക്കെ കൊണ്ട് അടിച്ച്, കല്ലും വടിയൊക്കെ കൊണ്ട് അടിച്ച് കൊന്നു. ഇപ്പോൾ ഒരു യുവാവും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് നിരന്തരമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളാണോ ഭൂരിപക്ഷമാണോ കൊല്ലപ്പെടുന്നത്? കൂടുതലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് വിക്ടിംസ്. ഇങ്ങനെയുള്ള കുറ്റങ്ങളുടെ, ഇങ്ങനെയുള്ള ക്രിമിനൽ നടപടികൾക്ക് വിധേയരാകുന്നത് മുഴുവൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. അതേസമയം ന്യൂനപക്ഷ സമുദായക്കാരനുമായിട്ട് ഭൂരിപക്ഷ സമുദായക്കാരൻ ഒരു കശപിശ ഉണ്ടായാൽ, ഉന്തും തള്ളുണ്ടായാൽ ഭൂരിപക്ഷ സമുദായക്കാരനെ ആ ന്യൂനപക്ഷ സമുദായക്കാരും ഒന്ന് തല്ലിക്കൊല്ലും. ഇപ്പം ഇവിടെ നടന്നത് ഗാസിയാബാദിലാണ്. ഗാസിയാബാദിൽ ഖോഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൂര്യ ചൗഹാൻ്റെ വീട്. അപ്പം അയാളുടെ അടുത്ത് വന്നിട്ട് ബക്രീദിന് ആടിനെ കൊല്ലണ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വാ എന്ന് പറഞ്ഞു. അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവന് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും അവനെ കൊണ്ടുപോയി കാണിക്ക് ഒഴിക്കുക, അതിട്ട് കുത്തി കൊല്ലുകയും ചെയ്തു. ഓൺ ദ സ്പോട്ട് മരിച്ചു അയാൾ. അപ്പോൾ അയാളുടെ അമ്മ ഏതോ കൂലി ജോലിക്ക് പോയിട്ട് വരുന്ന ഒരു കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അവൻ്റെ അനിയത്തിയുണ്ട് വീട്ടിൽ. അപ്പം അവർ ഇതാണ് കാണുന്നത്. ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ മരിച്ചു കിടക്കണതാണ് കണ്ടത്. ഇന്നലെയൊക്കെ ദേശീയ ചാനലുകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അത്. മാപ്രകൾ ചെയ്യില്ലല്ലോ, കാരണം പയ്യൻ്റെ പേര് വല്ല മറ്റേ റഹീംന്നോ അല്ലെങ്കിൽ ഹർഷമെന്നെങ്ങാനാണെങ്കിൽ അവർ എന്താ പറയണേ, സടകുടഞ്ഞ് എഴുന്നേറ്റാണ് അവർ. അപ്പോൾ ഇത് വലിയ പതിവായിട്ട് നടക്കണതാണ്. ആടിനെ അറക്കണമെങ്കിൽ അവർക്ക് ആടിനെ അറുത്താൽ മതിയായിരുന്നു. ഇനി പയ്യനെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇന്നലെ രാത്രി ഈ സൂര്യ ചൗഹാനെ കുത്തിക്കൊന്ന അയാളുടെ പേര്, അയാളുടെ ധൈര്യം നോക്കണേ, ഈ അർഷാദ് എന്നോ ആസാദ് എന്നൊക്കെ അറിയപ്പെടുന്നു. അയാൾ ഈ ഖോഡ ഗ്രാമത്തിൽ വന്നു. എന്തിനാണെന്നറിയാം? അവിടെ അയാളുടെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ. അവൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് ഇയാൾക്ക് ഒളിവിൽ പോകാനായിട്ട് ഇയാളുടെ ഒരു സുഹൃത്ത് കൂടി ബൈക്കിൽ വന്ന് ഈ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചു. ആ സമയത്ത് പോലീസുകാർ ഇയാളിവിടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവരവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസുകാരെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നേരത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ കയ്യിലുള്ള നാടൻ തോക്ക് ഉപയോഗിച്ചുള്ള പോലീസുകാരെ വെടിവെച്ചു. ഒരു കോൺസ്റ്റബിൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്, സീരിയസ് കണ്ടീഷനിലാണ്. അപ്പോൾ ഈ പോലീസുകാർ ആത്മരക്ഷാർത്ഥം തിരിച്ചു വെടിവെച്ചു. അയാൾ പരിക്കേറ്റ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ മയ്യത്തായി. അപ്പം ഇതാണ് സിറ്റുവേഷൻ ഇപ്പോൾ. അവർക്ക് എന്തും ആവാം, അവർ ചെയ്യണതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബുൾഡോസറിനെയും പേടിയില്ല, മറ്റേ പോലീസിൻ്റെ തോക്കിനെയും പേടിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ഇക്കോസിസ്റ്റം വഴി പ്രചരിപ്പിക്കും. ന്യൂനപക്ഷം അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ യോഗി ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നടക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. പണ്ട് 2014 മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്തിരുന്നു. ആ നിയമത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫ്രീഡം ഓഫ് റിലിജിയൻ ബില്ലാണ് അവർ ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത്. അതായത് ഈ നമ്മൾ ഒരു അന്യ സമുദായത്തിൽപ്പെട്ടവരായിട്ട് വഴക്കുണ്ടായെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുമായിട്ട് വഴക്കുണ്ടായി, അയാൾ എന്നെ തല്ലി. അത് കഴിഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കണം, എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട്. ആ പരാതി സ്വീകരിക്കില്ല. അതേസമയം അയാൾ പരാതി കൊടുക്കും, ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നുണ്ട്, എന്നെ അപ്പം അറസ്റ്റ് ചെയ്യും. അപ്പം എന്നെ അടി കിട്ടിയതും പോരാണ്ട് എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്നെ അറസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ്. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളെ തല്ലിയിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, കൊന്നിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരല്ല, ഹിന്ദുക്കളാണ് കുറ്റക്കാർ. അത് ഹിന്ദുക്കളെ കൊടുക്കുന്ന കേസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ പെറ്റീഷൻ അവർ പോലീസുകാർ സ്വീകരിക്കില്ല. മുസ്ലിങ്ങൾ കൊടുക്കുന്നതേ സ്വീകരിക്കുള്ളൂ. അതിൻ്റെ പിന്നിൽ ആ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം, പിന്നെ അയാളെ സഹായിക്കാൻ വേണ്ടി കപിൽ സിബാൽ,
പിന്നെ ഈ പറഞ്ഞ പോലെ നമ്പർ 10 ജൻപത്തിലെ കോൺഗ്രസ് അതിൻ്റെ ഉടമസ്ഥ സോണിയാഗാന്ധി ഇവരെ കൂടി ചേർന്നാണ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് മുഴുവനെ. ഭാഗ്യം അതിനിടയ്ക്ക് മറ്റേ ഭരണമാറ്റം ഉണ്ടായി, മോദി അധികാരത്തിൽ വന്നു, ആ ബില്ല് ലാപ്സായിപ്പോയി. നമ്മളിപ്പോൾ ആയിക്കൂടി ഇവർ ചെയ്തിട്ടുള്ളത് 1-2 ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കി, പിന്നെ അതുപോലെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നു. അതിനെതിരായിട്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് മുഴുവൻ. അത് പക്ഷേ ഈ പള്ളിയിലച്ചന്മാരാണ് സമരം നടത്തുന്നത് മുഴുവൻ. ഇവിടെ ന്യൂനപക്ഷത്തിന് ഒരു കാരണവശാലും ഹർട്ട് ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് നമ്മുടെ എന്താ പറയുക, രാഷ്ട്രത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ആദ്യത്തെ ഉടമസ്ഥ അവകാശം അവർക്കാണെന്നാണ് ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ ജീവിതം എന്നും ദുരിതപൂർണമായിരിക്കും. എത്രയോ വർഷമായി മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ച സമയത്ത് മുഴുവനും അവർ ഹിന്ദുക്കളെ എന്താ പറയുക, ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചരിത്രം വ്യക്തമായിട്ടുണ്ടല്ലോ അതിനകത്ത്. ഔറംഗസേബ് ആണെങ്കിലും ഈ മുഹമ്മദ് ഗോറി ആണെങ്കിലും മുഹമ്മദ് ഗസ്നി ആണെങ്കിലും ഒക്കെ ഹിന്ദുക്കളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട. അപ്പം അതാണ് പാകിസ്ഥാൻ മിസൈലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് പേരിട്ടിരിക്കുന്ന ഗോറി എന്നും ഗസ്നി എന്നും ഔറംഗസേബ് എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഈ 2020 2021 എന്ന് അറിഞ്ഞില്ല, ഡൽഹിയിൽ ഒരു ഹിന്ദു ബോയ്, ഒരു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് പ്രേമായി. ഈ ഹിന്ദു യുവാവിനെ മുസ്ലിം പെൺകുട്ടിയുടെ വീട്ടുകാരൊന്ന് തല്ലിക്കൊന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊല്ലുക, അവർ പേടിച്ചിരിക്കുക. അപ്പോൾ ഹിന്ദുക്കൾക്ക് അന്ന് നൽകിയ മെസ്സേജ് ഇതായിരുന്നു: നിങ്ങൾ ദയവ് ചെയ്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ചോ, പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പ്രേമിക്കൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവും, അതുകൊണ്ട് പോകരുതെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ ലവ് ജിഹാദിനൊക്കെ വിധേയമാവണം മുഴുവൻ ഹിന്ദു പെൺകുട്ടികളാണല്ലോ ഉത്തരേന്ത്യയിൽ മുഴുവനും. ഉത്തരേന്ത്യയിലല്ല, എല്ലായിടത്തും അത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് വളരെ കഷ്ടമാണ്. പിന്നെ ഒരേ ഒരു മകൻ ആ അമ്മയുടെ, അത് 17 വയസ്സേ ഉള്ളൂ. അവനെ പഠിപ്പിക്കാനും പോയിട്ട് വളർത്താനും വേണ്ടി ദരിദ്രമായ ഒരു കുടുംബത്തിലുള്ള വളരെ പാവപ്പെട്ട. അപ്പോൾ ഇവനെ ഫോൺ ചെയ്യുമായിരുന്നു ആദ്യം. ഇവർ ഫോൺ ചെയ്തിട്ട് ഇവൻ്റെ ഫോണില്ല, അവൻ്റെ അമ്മയുടെ ഫോണിലാണ് വിളിക്കുന്നത്, ഈ സൂര്യ ചൗഹാൻ്റെ. വിളിച്ചിട്ട് പറയുകയാണ്, നീ പുറത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്ന് ബക്രീദാണ്, നമ്മളുടെ ഗെറ്റ് ടുഗദർ ഉണ്ട്, ആഘോഷമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആണോ, എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. വളരെ നിഷ്കളങ്കമായിട്ട് ഇവൻ ചെന്നപ്പോഴാണ് ചോദിച്ചത്, നീ ആടിനെ ബലി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോഴത്തേക്കും ഇല്ല എന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ വളഞ്ഞു നിർത്തിയിട്ട്, ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, ഇവർ വളഞ്ഞു നിന്നിട്ട് ഇവർ 5-6 പേര് ചേർന്നിട്ട് ഇവനെ പിടിച്ചു വെച്ചിട്ട്, നീയാണ് ഞങ്ങളുടെ ആട്, ഞങ്ങൾ നിന്നെ ബലി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് തരുതരും. എനിക്ക് തോന്നുന്നു 11 തവണ എങ്ങാണ്ട് കുത്തി എന്നാണ് ഞാൻ ഒരു റിപ്പോർട്ടിൽ കണ്ടത്. ട്വിറ്ററിൽ ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു 16 തവണയാണെന്ന്. 11-16 എന്നറിയില്ല. ഇതന്നെ കുത്തിക്കീറി അവിടെ വെച്ച് തന്നെ കൊന്നു. ഇത് തരുൺ കുമാറിനെ കൊന്നതെന്ന് പറഞ്ഞാൽ, തരുൺ കുമാർ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ബിൽഡർ കൂടിയായിരുന്നു. അതിൽ സൈന്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. 21 വയസ്സേ ഉള്ളൂ. തരുൺകുമാറിൻ്റെ അനിയത്തിക്ക് 5 വയസ്സാണ്, ഏറ്റവും ഇളയ അനിയത്തിയാണ്. അപ്പോൾ ഈ കുട്ടി ഹോളിയുടെ സമയത്ത് അവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ചെറിയ റോഡാണ്, അവിടെ വെച്ച് ഈ പറയുന്ന ഒരു വെള്ളം നിറച്ച ചെറിയൊരു ബലൂൺ, ഈ പറയുന്ന ഹോളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ബലൂണുണ്ട്, കട്ടി കുറഞ്ഞ വളരെ നൈസായിട്ടുള്ള. ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് അവൾ എറിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അച്ഛനെ എറിഞ്ഞ അവൾ. അപ്പോൾ അയാൾ വാതുക്കൽ നിൽക്കുകയായിരുന്നു. ഇത് കൊണ്ടില്ല, കൊച്ചുകുട്ടിയല്ലേ. ഇത് നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ റോഡിലേക്ക് വീണു. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ അറ്റത്തേക്ക് വീഴുന്നു. അതിലൊരു സ്ത്രീ ബുർഖ ധരിച്ച് ഈ സാധനവും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയായിരുന്നു. ആ സമയത്ത് വീണപ്പോൾ ശകലം വെള്ളം തെറിച്ചോന്ന് കൂടി അറിയില്ല. അവർ നേരെ പോയിട്ട് അവരുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇവരുടെ വീട്ടിൽ മുമ്പ് പ്രശ്നമായിരുന്നു. പക്ഷേ അപ്പോൾ ഈ തരുൺ അവിടെ ഇല്ല, തരുൺ പുറത്ത് പോയിരിക്കുന്നു. അയാൾ ബൈക്കിൽ തിരിച്ചു വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ആൾക്കൂട്ടം കണ്ടിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. പറഞ്ഞ് ഇവിടെ ഹോളിയുടെ വെള്ളം ഞങ്ങളുടെ ദേഹത്ത് തെറിച്ചു എന്ന് പറഞ്ഞു. നിസ്സാര കാര്യമല്ലേ, എന്താ പ്രശ്നം, ഞാൻ ബൈക്ക് അകത്തോട്ട് കയറ്റി വെക്കട്ടെ, നിങ്ങളൊന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് ബൈക്ക് അകത്തോട്ട് കയറ്റി വെക്കുന്ന സമയത്തിനിടയ്ക്ക് ബൈക്കിൽ നിന്ന് പിടിച്ചിറക്കി അടിയായിരുന്നു. അടിച്ച് ഈ തരുണിൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ അടിച്ച് കൊന്നു. 21 വയസ്സേ 21-22 വയസ്സേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് 17 വയസ്സുകാരൻ. അപ്പോൾ ഹിന്ദു പോപ്പുലേഷനെ, ഹിന്ദു ജനസംഖ്യ ഇങ്ങനെയൊക്കെ അടിച്ചും വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. അഖ്ലാഖിൻ്റെ അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടെങ്ങാണ്ട അവിടെ അങ്ങനെ എന്തോ ആയിരുന്നു മുഹമ്മദ് അഖ്ലാഖിൻ്റെ മരണം. അത് ഈ രാജ്യം മൊത്തം എല്ലാ മീഡിയയിലും കൊടുത്ത് ആഘോഷിച്ചില്ലേ.
അതെ അതെ അതെ. പശുമാംസം എന്നൊക്കെ പറഞ്ഞു. അവസാനം അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് പശുവില്ല, പശുമാംസത്തിന്റെ ഒന്നും മാംസമില്ല അവിടെ. ഒന്നുമില്ല. അങ്ങനെ ഒരു ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. മീഡിയ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതായിരുന്നു. അതിലെ കത്വ അതെ. ബലാത്സംഗമ കേസ് നമ്മുടെ ഒരു മലയാളി ഒരുത്തനുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റ്, എന്താ ആ അയാളുടെ പേര്, ആ പത്രക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരൻ നടക്കുന്നു. അറിയാം. അയാളെ അറസ്റ്റ് ചെയ്തില്ലേ അയാൾ? എന്നിട്ട് അയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലാണ് ക്യാമ്പയിൻ നടത്തിയത് മുഴുവൻ. ഭയങ്കര പിരിവുകളുമായിരുന്നു ആ സമയത്ത് അതിന് വേണ്ടി. പക്ഷെ ഇവിടെ ഹിന്ദുവിന് ഒരിക്കലും നീതി ലഭ്യമാവില്ല എന്ന് നമുക്ക് ഹിന്ദുക്കൾ മനസ്സിലാക്കണത്, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമല്ല. ഹിന്ദുക്കൾക്ക് ഗവൺമെൻറ്റിന് നീതി, ഒരു നിയമം കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും തോന്നുന്നു. ഇങ്ങനെ ഒരു മത അടിസ്ഥാനത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾ നോക്കി കണ്ട് നിൽക്കുക, ആരെയും ഉപദ്രവിക്കാൻ പോകാതിരിക്കുക, ആരെങ്കിലും മറ്റ് സമുദായക്കാരായിട്ട് അത്രമാത്രം വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ബന്ധപ്പെടാൻ പാടുള്ളൂ, അല്ലാത്ത ഒരു കാരണവശാലും ഒരു ബന്ധവും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ചാൽ പോകാൻ പാടില്ല. അവർ തന്നെ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻഫിഡൽസ് എൻ്റെ വിഗ്രഹ ആരാധകർ, അവരെ മുഴുവൻ കണ്ട അപ്പം കുത്തി കൊല്ലണം അല്ലെങ്കിൽ കഴുത്ത് കണ്ടിച്ച് കൊല്ലണം എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ധാരണയെങ്കിലും ആ ഓർമ്മയെങ്കിലും ഇവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഹിന്ദുക്കളെ. അവരെന്തും ചെയ്യും. ഇപ്പോൾ അമേരിക്കയിൽ പറഞ്ഞു കേട്ടില്ലേ, ഈ മറ്റേ കറുത്ത വർഗ്ഗക്കാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കറുത്ത വർഗ്ഗക്കാരും പോലീസ് തന്നെ വേണം. കറുത്ത വർഗ്ഗക്കാരനെ തല്ലണം എന്നുണ്ടെങ്കിൽ പോലീസ് ലാത്തി ചാർജിൽ തല്ലണം എന്നുണ്ടെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനെ തല്ലാൻ പാടുള്ളൂ. അപ്പോൾ ജനക്കൂട്ടം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത പോലീസുകാരെ വിളിച്ച് നിർത്തും, പ്രത്യേകിച്ചും ഈ കറുത്ത വർഗ്ഗക്കാരനെ തല്ലിക്കാനായിട്ട്. മറ്റേ കറുത്ത വർഗ്ഗക്കാരന് വെളുത്ത വർഗ്ഗക്കാരനെ തല്ലാം, അത് കുഴപ്പമില്ല, പോലീസാണ്. പക്ഷേ വെള്ളക്കാരൻ കറുത്ത വർഗ്ഗക്കാരനെ തല്ലിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്, അപ്പം അവനെ അറസ്റ്റ് ചെയ്യും. അവർ ഓർമ്മയുണ്ടോ, ട്രംപിൻ്റെ ഫസ്റ്റ് ടെൻവറിൻ്റെ സമയത്ത് ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ കഴുത്തിന് പിടിച്ച് ചവിട്ടി കൊന്നു ഒരുത്തൻ. അത് വലിയ ബഹളമായ അവസാനം. ട്രംപ് തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതാണ് എടുത്ത് കാണിച്ചത്, റേസിസം, എത്നിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്ത് കാണിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.